എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ മാഞ്ചസ്റ്ററിലെ എമിറേറ്റ്സ് ഓൾഡ് ട്രാഫോർഡ് മൈതാനത്ത് നടന്ന രണ്ടാമത്തെ T20 പോരാട്ടത്തിൽ ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങിയ ഹൃദയഭേദകവും ശ്വാസമടക്കി പിടിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ തോൽവിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് ബുദ്ധികേന്ദ്രമായ മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായിരിക്കുകയാണ്. കാരണം ഇംഗ്ലണ്ടിനെതിരായ ഈ ഹൈ വോൾട്ടേജ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ 4 വിക്കറ്റിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യയ്ക്ക് പരമ്പരയിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. മത്സരം അവസാനിച്ചയുടനെ കണ്ണുകൾ നിറഞ്ഞുപോയ ധോണി ലോകത്തിനു മുന്നിൽ ലൈവായി വന്ന ഇന്ത്യയുടെ കയ്യിൽ നിന്നും വിജയം തട്ടിയകറ്റിയ 5 വലിയ ആത്മഹത്യാപരമായ കാരണങ്ങൾ തുറന്നുകാട്ടിയപ്പോൾ അത് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയത്തിൽ കൊള്ളുന്നതായിരുന്നു. അഭിഷേക് ശർമ്മയുടെ ആക്രമണോത്സുകതയും വൈഭവ് സൂര്യവംശിയുടെ നിർഭയത്വവും ബൌളർമാരുടെ വലിയ തന്ത്രപരമായ പിഴവുകളും അദ്ദേഹം അനാവരണം ചെയ്തപ്പോൾ ഈ ദീർഘവും വൈകാരികവുമായ വിവരണത്തിലൂടെ ആ മത്സരത്തിന്റെ ഓരോ സ്പന്ദനവും നമുക്ക് പുനരവലോകനം ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഈ ചരിത്ര മത്സരത്തിന്റെ സമവാക്യങ്ങൾ പരിശോധിച്ചാൽ മാഞ്ചസ്റ്ററിലെ കടുപ്പമേറിയ പിച്ചിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശ്രേയസ് അയ്യർ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തു. ഇംഗ്ലീഷ് ബൌളർമാരെ തച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിഷേക് ശർമ്മയും വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയും ക്രീസിലെത്തിയപ്പോൾ മത്സരത്തിന്റെ ആവേശം വാനോളം ഉയർന്നു. തന്റെ കരിയറിലെ രണ്ടാമത്തെ മാത്രം ഓവറിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബൌളർ ജോഫ്ര ആർച്ചറുടെ മണിക്കൂറിൽ 145 കിലോമീറ്ററിലേറെ വേഗതയുള്ള തീപ്പൊരി പന്തിൽ മുട്ടുകുത്തി വിക്കറ്റ് കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ വൈഭവ് പറത്തിയ സിക്സർ ലോക ക്രിക്കറ്റിനെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. തൊട്ടുപിന്നാലെ ജോഷ് ടങ്കിനെതിരെയും ഒരു ഗഗനചുംബിയായ സിക്സർ കൂടി നേടി ആഞ്ഞടിച്ചെങ്കിലും 10 പന്തുകളിൽ നിന്ന് 14 റൺസെടുത്ത വൈഭവിനെ വിൽ ജാക്സിന്റെ പന്തിൽ ജോസ് ബട്ട്ലർ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. പിന്നീട് ക്രീസിലെത്തിയ അഭിഷേക് ശർമ്മ ഇംഗ്ലണ്ട് ബൌളർമാരെ നിഷ്കരുണം പ്രഹരിച്ചുകൊണ്ട് വെറും 24 പന്തിൽ 8 അതിമനോഹരമായ ഫോറുകളും ഒരു കൂറ്റൻ സിക്സറും ഉൾപ്പെടെ 43 റൺസിന്റെ സ്ഫോടനാത്മകമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചെങ്കിലും സാം കറന്റെ പന്തിൽ അദ്ദേഹം വീണു. മധ്യനിരയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നെടുന്തൂണായി മാറി. 40 പന്തിൽ 6 ഫോറുകളുടെ അകമ്പടിയോടെ 49 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 22 പന്തിൽ 3 ഫോറുകളും ഒരു സിക്സറും പറത്തി 37 റൺസിന്റെ നിർണായക സംഭാവന നൽകിയപ്പോൾ അവസാന ഓവറുകളിൽ ശിവം ഡൂബെ 5 റൺസെടുത്ത് മടങ്ങിയെങ്കിലും ഉപനായകൻ തിലക് വർമ്മ വെറും 11 പന്തിൽ 1 ഫോറും 2 കൂറ്റൻ സിക്സറുകളും സഹിതം പുറത്താകാതെ 24 റൺസ് നേടി ഇന്ത്യയെ ഒരു മികച്ച സ്കോറിൽ എത്തിച്ചു. അക്സർ പട്ടേൽ 2 റൺസിന് റണ്ണൌട്ട് ആവുകയും 6 റൺസെടുത്ത ഹർഷിത് റാണ ജോഫ്ര ആർച്ചറിന്റെ ഇരയാവുകയും ചെയ്തതോടെ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എന്ന വെല്ലുവിളിച്ചെന്ന സ്കോർ പടുത്തുയർത്തി. ഇംഗ്ലണ്ടിനായി 4 ഓവറിൽ 33 റൺസ് വഴങ്ങി 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ സാം കറനും ഓരോ വിക്കറ്റുകൾ വീതം നേടിയ ജോഫ്ര ആർച്ചറും വിൽ ജാക്സും ലിയാം ഡോസനും തിളങ്ങി. എന്നാൽ 191 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ ഇംഗ്ലണ്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ അർഷ്ദീപ് സിംഗ് തന്റെ ആദ്യ ഓവറിൽ തന്നെ മാഞ്ചസ്റ്റർ സ്റ്റേഡിയത്തെ ആകെ നിശബ്ദമാക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറി. ആദ്യ പന്തിൽ തന്നെ അപകടകാരിയായ ഫിലിപ്പ് സോൾട്ടിനെ ഇഷാൻ കിഷന്റെ കൈകളിൽ ഭദ്രമായി എത്തിച്ച അർഷ്ദീപ് അതേ ഓവറിലെ 3-ാം പന്തിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വിനാശകാരിയായ ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലറെ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് തന്നെ വരുൺ ചക്രവർത്തിയുടെ കൈകളിൽ എത്തിച്ച് 0 റൺസിന് 2 വിക്കറ്റുകൾ എന്ന നിലയിലേക്ക് ഇന്ത്യയെ തള്ളിയിട്ടു. പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ജേക്കബ് ബെഥേലിനൊപ്പം ചേർന്ന് T20 ക്രിക്കറ്റിന്റെ യഥാർത്ഥ വിശ്വരൂപം പുറത്തെടുക്കുന്നതാണ് ലോകം കണ്ടത്. വെറും 15 പന്തിൽ 4 ഫോറുകളും 3 സിക്സറുകളുമായി 260 സ്ട്രൈക്ക് റേറ്റിൽ 39 റൺസടിച്ച ബ്രൂക്കിനെ അക്സർ പട്ടേൽ ഇഷാൻ കിഷന്റെ കൈകളിൽ എത്തിച്ചു. എന്നാൽ മറുഭാഗത്ത് ചരിത്രം തിരുത്തിയെഴുതാൻ ഉറപ്പിച്ചാണ് യുവതാരം ജേക്കബ് ബെഥേൽ നിലയുറപ്പിച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തിയ ബെഥേൽ വെറും 46 പന്തിൽ 5 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളും പറത്തി 76 റൺസുമായി പുറത്താകാതെ ഒരു ഇതിഹാസ തുല്യമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. 32 പന്തിൽ 39 റൺസെടുത്ത ടോം ബാൻഡൻ മികച്ച പിന്തുണ നൽകിയെങ്കിലും അർഷ്ദീപ് സിംഗ് അദ്ദേഹത്തെ തിലക് വർമ്മയുടെ കൈകളിൽ എത്തിച്ചു. വിൽ ജാക്സ് 9 റൺസെടുത്ത വരുൺ ചക്രവർത്തിയുടെ പന്തിൽ LBW ആവുകയും 7 റൺസെടുത്ത സാം കറനെ ഹർഷിത് റാണയുടെ പന്തിൽ വൈഭവ് സൂര്യവംശി പിടികൂടുകയും ചെയ്തു. അവസാനം ജോഫ്ര ആർച്ചർ 7 പന്തിൽ പുറത്താകാതെ 10 റൺസെടുത്ത ബെഥേലിന് കൂട്ടായപ്പോൾ ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് നേടി 4 വിക്കറ്റിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കി. ഇന്ത്യയ്ക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 30 റൺസിന് 3 വിക്കറ്റും ഹർഷിത് റാണ 3 ഓവറിൽ 28 റൺസിന് 1 വിക്കറ്റും അക്സർ പട്ടേൽ 4 ഓവറിൽ 20 റൺസിന് 1
വിക്കറ്റും വരുൺ ചക്രവർത്തി 4 ഓവറിൽ 37 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തിയെങ്കിലും ഈ ലജ്ജാകരമായ തോൽവിക്ക് മുൻ ക്യാപ്റ്റൻ MS ധോണി തന്റെ സങ്കടം മറച്ചുവെക്കാതെ തോൽവിയുടെ 5 പ്രധാന കാരണങ്ങൾ അക്കമിട്ട് നിരത്തി. മധ്യ ഓവറുകളിൽ സ്പിന്നർമാർ പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് ആദ്യത്തെയും പ്രധാനപ്പെട്ട കാര്യമെന്ന് ധോണി ചൂണ്ടിക്കാണിച്ചു. ആദ്യ ഓവറിൽ തന്നെ സോൾട്ടിനെയും ബട്ട്ലറെയും പുറത്താക്കി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷം മധ്യ ഓവറുകളിൽ കൃത്യതയാർന്ന ബൌളിംഗ് ആവശ്യമായിരുന്നുവെങ്കിലും ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയിക്ക് ലൈനും ലെങ്തും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തന്റെ 4 ഓവറിൽ വിക്കറ്റ് ഒന്നും നേടാതെ 15 എന്ന ഭയാനകമായ ഇക്കോണമിയിൽ 3 നോബോളുകളും 2 വൈഡുകളും ഉൾപ്പെടെ 60 റൺസാണ് ബിഷ്ണോയി വഴങ്ങിയത്. അന്താരാഷ്ട്ര T20യിൽ ഒരു പ്രധാന സ്പിന്നർ ഒരേ ഓവറിൽ 2 നോബോളുകൾ എറിയുകയും ഇത്രയും റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്താൽ ഒരു മൈതാനത്തും മത്സരം പ്രതിരോധിക്കാനാകില്ല എന്നും ഇത്തരം മോശം ബൌളിംഗ് ബെഥേലിനും ബ്രൂക്കിനും ക്രീസിൽ നിലയുറപ്പിക്കാൻ അവസരം നൽകിയെന്നും അത് കളി കൈവിട്ടു പോകാൻ കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡെത്ത് ഓവറുകളിലും അവസാന പവർ പ്ലേയിലും തന്ത്രപരമായ പിഴവാണ് രണ്ടാമത്തെ വലിയ കാരണമായി ധോണി ചൂണ്ടിക്കാണിച്ചത്. ജേക്കബ് ബെഥേൽ ഒരു വശത്തുനിന്ന് തുടർച്ചയായി വലിയ ഷോട്ടുകൾ കളിക്കുമ്പോൾ ഫീൽഡിംഗ് പൊസിഷനുകളിലും ബൌളർമാരെ മാറ്റുന്നതിലും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കൂടുതൽ ബുദ്ധിശക്തി കാണിക്കേണ്ടിയിരുന്നു. അർഷ്ദീപ് മികച്ച തുടക്കം നൽകിയെങ്കിലും കൂട്ടായ്മ വളർന്നപ്പോൾ കളിയിലെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 3 ഓവറിൽ 28 റൺസ് നൽകിയ ഹർഷിത് റാണയ്ക്കും ബെഥേലിനെ തടയാനായില്ല. മാത്രമല്ല, ഓൾഡ് ട്രാഫോർഡിലെ പിച്ചിൽ പന്ത് നനയുമ്പോൾ കട്ടറുകളും സ്ലോവർ ബോളുകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ ബൌളർമാർ പരാജയപ്പെട്ടത് 165 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത ബെഥേലിന് മത്സരം പൂർണ്ണമായും വരുതിയിലാക്കാൻ സഹായകമായി. ബാറ്റിംഗിൽ ഒരു മികച്ച ഫിനിഷിംഗ് ഇല്ലാതെ പോയതും നിലയുറപ്പിച്ച ബാറ്റർമാർ വിക്കറ്റ് വലിച്ചെറിഞ്ഞതും രണ്ടാമത്തെ കാരണമായാണ് ധോണി പറഞ്ഞത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും മികച്ച അടിത്തറ പാകിയെങ്കിലും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നന്നായി ക്രീസിൽ നിലയുറപ്പിച്ചെങ്കിലും കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കേണ്ട സമയത്ത് അശ്രദ്ധമായ ഷോട്ടുകളിലൂടെ അവർ വിക്കറ്റുകൾ സമ്മാനിച്ചു. അർദ്ധ സെഞ്ചുറിക്ക് 1 റൺസ് മാത്രമകലെ ഇഷാൻ സാം കറന്റെ പന്തിൽ ലിയാം ഡോസന് ക്യാച്ച് നൽകിയപ്പോൾ ശ്രേയസ് അയ്യർ ഡോസന്റെ പന്തിൽ ടോം ബാൻഡന് കൈകളിൽ നൽകി. ഇവരിൽ ഒരാൾ അവസാനം വരെ നിന്നിരുന്നെങ്കിൽ സ്കോർ അനായാസം 215 220 ആയിരുന്നു. ആ 25-20 റൺസിന്റെ വ്യത്യാസമാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് ധോണി കൂട്ടിച്ചേർത്തു. വാലത്തിന്റെ തകർച്ചയും ധാരാളം എക്സ്ട്രാ റൺസ് വഴങ്ങിയതും 4ാമത്തെ കാരണമായി ധോണി വിലയിരുത്തി. 6ാമത്തെ നമ്പറിൽ ശിവം ദൂബെ വെറും 5 റൺസിനും അക്സർ പട്ടേൽ 2 റൺസിനും പുറത്തായപ്പോൾ തിലക് വർമ്മ പൊരുതിയെങ്കിലും മറുവശത്ത് പിന്തുണ ലഭിച്ചില്ല. ഇതിനു പുറമെ ഇന്ത്യൻ ബൌളർമാർ 3 നോബോളുകളും 4 വൈഡുകളും ഉൾപ്പെടെ 11 എക്സ്ട്രാ റൺസ് നൽകിയത് ഇത്തരം ക്ലോസ് മത്സരങ്ങളിൽ എതിരാളികൾക്ക് വലിയ സമ്മാനമായി മാറി. സാം കറന്റെ മനോഹരമായ കട്ടർ പന്തുകൾ മനസ്സിലാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ 3 വിക്കറ്റ് പ്രകടനം റൺ റേറ്റിന് വലിയ ബ്രേക്ക് ഇട്ടുവെന്നും ധോണി പറഞ്ഞു. എതിർ ടീമിലെ യുവതാരങ്ങളെ കുറച്ചു കണ്ടതും ജേക്കബ് ബെഥേലിന്റെ അവിശ്വസനീയമായ ഇന്നിംഗ്സും 5ാമത്തെയും ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ കാരണമായി ധോണി ചൂണ്ടിക്കാണിച്ചു. ബട്ട്ലറും സോൾട്ടും 0-ന് പുറത്തായപ്പോൾ ഇന്ത്യൻ ടീം അമിതമായ ആത്മവിശ്വാസത്തിൽ റിലാക്സ് ചെയ്തെങ്കിലും യുവസിംഹമായ ബെഥേൽ തിരിച്ചടിക്കുകയായിരുന്നു. ബെഥേലിന്റെ ഫുട്വർക്ക് രവി ബിഷ്ണോയിയുടെയും വരുൺ ചക്രവർത്തിയുടെയും മിസ്റ്ററി സ്പിന്നിനെ പൂർണ്ണമായും നിർവീര്യമാക്കി. പേരുകൊണ്ടല്ല, കളിക്കളത്തിലെ വീര്യം കൊണ്ടാണ് ആധുനിക ക്രിക്കറ്റിൽ മത്സരങ്ങൾ വിജയിക്കുന്നതെന്ന് ഈ ഇന്നിംഗ്സ് തെളിയിച്ചുവെന്ന് ധോണി പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വൈകാരികവും എന്നാൽ സൂക്ഷ്മവുമായ വിശകലനം സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കാട്ടുതീ പോലെ പടരുകയും മുഴുവൻ ഇന്ത്യൻ ആരാധകരും ഈ 5 കാരണങ്ങളോട് പൂർണ്ണമായും യോജിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് പ്രേമികളെ, മഹേന്ദ്ര സിംഗ് ധോണി ചൂണ്ടിക്കാണിച്ച ഈ 5 ആത്മഹത്യാപരമായ കാരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരവും നിഷ്പക്ഷവും നിർഭയവുമായ അഭിപ്രായം എന്താണ്? രവി ബിഷ്ണോയിയുടെ നോ ബോളുകളും മോശം ബൌളിംഗും തന്നെയാണോ ഇന്ത്യയുടെ ഈ കനത്ത തോൽവിക്ക് പ്രധാന കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്ത T20 മത്സരത്തിൽ ശ്രേയസ് അയ്യർ പ്ലേയിംഗ് 11-ൽ വലിയ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ ധോണിയൻ അനാലിസിസ് എന്നോ INDVS ENG T20 എന്നോ ടൈപ്പ് ചെയ്ത് മുഴുവൻ ആവേശത്തോടെയും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.